UDF സർക്കാർ അധികാരമേറ്റെടുത്ത് കൃത്യം ഒരു മാസം പൂർത്തിയായ വേളയിൽ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കിയിട്ടുണ്ട് VD സതീശൻ. മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ നടേശനെതിരെ സമർപ്പിച്ച വിജിലൻസ് കുറ്റപത്രം അംഗീകരിച്ചിരിക്കുകയാണ്. അതായത് വിചാരണയുടെ മർമ്മപ്രധാനമായ ഭാഗം പൂർത്തിയായി കഴിഞ്ഞു. അധികം വൈകാതെ വെള്ളാപ്പള്ളിക്ക് ജയിലിൽ പോയി കിടക്കാം എന്ന സൂചനയാണ് ഇത് നൽകുന്നത്. VD സതീശൻ സർക്കാരിന്റെ ഈ നടപടിക്ക് ശക്തമായ പിന്തുണ നൽകുകയാണ് മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ മകൻ ഡോക്ടർ അരുൺകുമാർ. VD സതീശനാണ് ശരിയെന്നും വെള്ളാപ്പള്ളിയെ താങ്ങി നടന്ന പിണറായി വിജയന് കണക്കിന് കൊടുക്കുന്നുമുണ്ട് ഡോക്ടർ അരുൺകുമാർ. തന്റെ ഫേസ്ബുക്കിൽ കുറിച്ച കുറിപ്പിലൂടെ UDF സർക്കാരിന്റെ നടപടിയെ അഭിനന്ദിക്കുന്ന അരുൺകുമാർ പിണറായി സർക്കാരിന്റെ വെള്ളാപ്പള്ളി സ്തുതികളെ നേരിട്ടല്ലാതെ വിമർശിക്കുന്നുമുണ്ട്. മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ വെള്ളാപ്പള്ളി നടേശനെതിരെ ഒടുവിൽ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന വാർത്ത മാധ്യമങ്ങളിലൂടെ അറിഞ്ഞുവെന്നും സാധാരണക്കാരായ പിന്നാക്ക വിഭാഗം സ്ത്രീകളുടെ കണ്ണീരൊപ്പാൻ അവർക്കുവേണ്ടി തന്റെ അച്ഛൻ VS അച്യുതാനന്ദൻ വർഷങ്ങൾക്ക് മുൻപ് ആരംഭിച്ച വിട്ടുവീഴ്ചയില്ലാത്ത നിയമ പോരാട്ടത്തിന്റെ വലിയൊരു വിജയമാണിതെന്നും അരുൺകുമാർ പറയുന്നുണ്ട്. ഭരണകൂടങ്ങൾ മാറിയാലും നീതിയുടെ വഴി അത്ര എളുപ്പം അടഞ്ഞു പോകില്ലെന്ന് ഈ കുറ്റപത്രം അടിവരയിടുന്നതായി ഡോക്ടർ അരുൺകുമാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് കടന്നുപോയ വഴികൾ അത്ര ലളിതമായിരുന്നില്ല എന്നും അദ്ദേഹം പറയുന്നു. ഒരു കാലത്ത് തുടർ നടപടികൾ അവസാനിപ്പിച്ചു എന്ന് കാണിച്ച് പോലീസ് തന്നെ ഈ കേസ് റെഫർ ചെയ്യാനും അട്ടിമറിക്കാനും നോക്കിയതാണ്. ഈ കേസിൽ വ്യക്തിപരമായ അജണ്ടകളൊന്നുമില്ല. ലക്ഷക്കണക്കിന് വരുന്ന പാവപ്പെട്ട സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടമാണിത്. അതിനൊപ്പമാണ് താൻ നിൽക്കുകയെന്നും VS അച്യുതാനന്ദന്റെ മകൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അന്ന് കോടതികളിൽ സ്വീകരിച്ച അതേ നിലപാടിൽ തന്നെയാണ് ഇന്നും ഉറച്ചു നിൽക്കുന്നത്. ഇത് വ്യക്തികൾ തമ്മിലുള്ള തർക്കമല്ല, മറിച്ച് ചൂഷണങ്ങൾക്കെതിരെയുള്ള ആദർശത്തിന്റെ പോരാട്ടമാണെന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നുണ്ട് ഡോക്ടർ അരുൺ. രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കനുസരിച്ച് നിലപാടുകൾ മാറ്റുന്നതും അധികാര ഇടനാഴികളിൽ സ്വാധീനമുറപ്പിച്ച് കേസുകൾ അട്ടിമറിക്കാൻ നോക്കുന്നതുമൊക്കെ നാം കുറച്ചു കാലമായി കണ്ടുകൊണ്ടിരിക്കുന്നതാണെന്ന് പറഞ്ഞ അരുൺ ഇവിടെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നത് LDF സർക്കാരിനെയാണ്. VSന്റെ പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്തെങ്കിലും അതിന്റെ ഭാഗമായി ഒരു പേപ്പർ പോലും മുന്നോട്ട് നീക്കാൻ പിണറായി സർക്കാർ മെനക്കെട്ടില്ല എന്നതാണ് വാസ്തവം. ഇതിനെയാണ് അരുൺകുമാർ വിമർശിക്കുന്നത്. ഒരു കാലത്ത് ഭരണകൂടം തന്നെ ഇത്തരം അഴിമതികൾക്ക് പരോക്ഷമായി കുടപിടിച്ചപ്പോൾ അതിനെതിരെ ഒറ്റയാൾ പോരാട്ടം നയിക്കാൻ VS എന്ന വിപ്ലവകാരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ പോരാട്ടങ്ങളുടെ ശരിയാണ് ഇപ്പോൾ കോടതി മുറികളിൽ തെളിയുന്നത്. ഈ കേസുകൾ കൃത്യമായ വഴിയിൽ മുന്നോട്ട് കൊണ്ടുപോകുമോ എന്ന് തീർച്ചയില്ലാത്ത ഭരണ സംവിധാനങ്ങളുടെ നയങ്ങളും മുൻപ് തന്നെ ഈ വിഷയത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ ഉയർത്തിയ VM സുധീരനെ പോലെയുള്ള മുതിർന്ന നേതാക്കളുടെ വാക്കുകളും ഇന്ന് നമുക്ക് മുന്നിലുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുകയാണ് ഡോക്ടർ അരുൺകുമാർ. 2016 VS അച്യുതാനന്ദന്റെ പരാതിയിൽ വെള്ളാപ്പള്ളി നടേശനെതിരെ കേസ് അന്വേഷണം തുടങ്ങിയത്. സ്ത്രീകളുടെ പേരിൽ വ്യാജ പദ്ധതിയിലൂടെ പിന്നോക്ക വികസന കോർപ്പറേഷനിൽ നിന്നും SNDP കോടികൾ വായ്പയെടുത്തതിലാണ് അഴിമതി ആരോപണം. സാമ്പത്തിക തിരിമറി, ഗൂഢാലോചന എന്നിവയിലൂടെ 15 കോടി രൂപ തട്ടിച്ചെന്നാണ് VS അച്യുതാനന്ദൻ ആരോപിച്ചത്. കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ ഹൈക്കോടതി കഴിഞ്ഞ ദിവസം രൂക്ഷമായ ഭാഷയിൽ വിമർശനമുയർത്തിയിരുന്നു. 3 ആഴ്ചയ്ക്കകം അന്വേഷണ പുരോഗതി റിപ്പോർട്ട് നൽകിയില്ല എങ്കിൽ SP S ശശിധരനെ അന്വേഷണ ചുമതലയിൽ നിന്ന് മാറ്റുമെന്നായിരുന്നു സിംഗിൾ ബെഞ്ചിന്റെ മുന്നറിയിപ്പ്. പുതിയ ഉദ്യോഗസ്ഥരെ നിയോഗിക്കുമെന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു. നിരന്തരം നിർദ്ദേശിച്ചിട്ടും SP S ശശിധരൻ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് നൽകിയില്ല എന്നാണ് കോടതി ചൂണ്ടിക്കാട്ടുന്നത്. എന്തായാലും കുറ്റപത്രത്തിന് വിജിലൻസ് വകുപ്പ് മേധാവി അംഗീകാരം നൽകിയതോടെ വെള്ളാപ്പള്ളിയെ പ്രോസിക്യൂട്ട് ചെയ്യുന്ന നടപടികളിലേക്ക് ഇനി വിജിലൻസ് കടക്കും.